ഓക്കെ, വെൽക്കം ടു എജുഫീസ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് BEGC 104 ബ്ലോക്ക് 1 യൂണിറ്റ് 4 പാർട്ട് 1 ക്ലാസ് 5 ആണ്. നമ്മൾ അമോർട്ടി സോണറ്റ്സ്, ആ സോണറ്റ്സിൽ അതിലുള്ള കുറച്ച് സോണറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. സ്പെൻസറിന്റെ. അപ്പോൾ നമ്മൾ നേരത്തെ സ്പെൻസറിന്റെ കഴിഞ്ഞ യൂണിറ്റിൽ സ്പെൻസറിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് സ്പെൻസറിന്റെ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അമോർട്ടി സോണറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ലവ് സോണറ്റ് ആയിരുന്നു. അമോർട്ടി സോണറ്റിനെ പറ്റിയിട്ടാണ്. അതിലുള്ള കുറച്ച് സോണറ്റ്സ് അതിനൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് കേട്ടോ. അതിലുള്ള കുറച്ച് ലവ് സോണറ്റ് 7, പിന്നെ 17ഉം 25ഉം ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണിത്. ഓക്കെ, ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്പെൻസറിന്റെ പോയട്രീനെ പറ്റിയിട്ട്, അതായത് ഈ അമോർട്ടിയിലുള്ള ഈ സോണറ്റ്സ് ഉണ്ടല്ലോ, ഈ 3 സോണറ്റ്സ്, ഇതിന്റെ ബേസിൽ സ്പെൻസറിന്റെ പോയട്രീനെ പറ്റിയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ അസസ്മെന്റ് ആണ് നമ്മൾ ഇത് കൂടെ കാണാൻ പോണത് കേട്ടോ. അതുപോലെ തന്നെ ഈ പറഞ്ഞ സോണറ്റ്സിന്റെ ഒരു അപ്രീസിയേഷൻ ആണിത്. അതുപോലെ തന്നെ നമുക്ക് അമോർട്ടി എന്നുള്ള പോയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് ഇത് കൂടെ ഈ ഒരു ചാപ്റ്ററിൽ കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ സോണറ്റ് ഈ എലിസബത്തൈൻ പോയറ്റ്സിന്റെ സോണറ്റ് ഫോം ഉണ്ടാവുമല്ലോ, അവര് യൂസ് ചെയ്തിട്ടുള്ള സോണറ്റ് ഫോം, അതിനെ പറ്റിയിട്ടും അതേപോലെ സ്പെൻസറിന്റെ സോണറ്റ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ജനറൽ ഐഡിയ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ സ്പെൻസറിയൻ സ്റ്റാൻസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്മണ്ട് സ്പെൻസർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ്. അത് ലിറിക്കൽ മെഷർ ഗ്രേറ്റ്ലി കൺട്രോൾ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു സ്റ്റാൻസയാണ് അല്ലെങ്കിൽ സൊണറ്റ് ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടും ജസ്റ്റ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഒരു കപ്പിൾ ഓഫ് സെഞ്ചുറീസിന് ശേഷമാണ് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് സ്പെൻസറിനെ ഒരു വേഴ്സിഫിക്കേഷന്റെ ഒരു റൈറ്റിംഗിലുള്ള ഒരു മോഡലായിട്ട് സ്പെൻസറിനെ കൺസിഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നത് സ്പെൻസറിന്റെ പോയറ്റിക് ആർട്ടാണ്. ഓക്കെ, ഫസ്റ്റ് സ്പെൻസറിന്റെ പോയറ്റിക് ആർട്ടാണ്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പെൻസർ അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ, അതായത് മെഡീവൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള അതേപോലെ ഓൾഡ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ആർക്കെയിക് ഫോംസ് ഉണ്ട്. ആർക്കെയിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഫാഷൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള ഒരുപാട് ഫോംസ് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് അദ്ദേഹം ഈ സ്പെൻസറിന്റെ പോയട്രിയിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഒരു ടച്ച് ഓഫ് ആന്റിക്വിറ്റി, അതായത് അദ്ദേഹത്തിന്റെ വർക്ക് വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പോയട്രിയിൽ നമുക്കൊരു ആന്റിക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഷ്യന്റ് പാസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. ഒരു ആൻഷ്യന്റ്, അത് പൗരാണികത അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു ടച്ച് ആണ് അദ്ദേഹത്തിന്റെ പോയട്രി കൂടെ നമുക്ക് കിട്ടുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ഓൾഡ് ട്രഡീഷൻ, ഇംഗ്ലീഷ് ലൈഫിലുള്ള ഒരുപാട് ഓൾഡ് ട്രഡീഷൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആന്റിക്വിറ്റി ടച്ച് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറയാണ്. പിന്നെ ഭയങ്കര അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിരുന്നു. അതേപോലെ ലാംഗ്വേജ് ആർക്കൈസിങ് ചെയ്യുക, അതായത് ഒരുപാട് ഇങ്ങനത്തെ തരത്തിലുള്ള എലമെന്റ്സ് ഉണ്ടല്ലോ, ഈ ഓൾഡ് ഫാഷൻഡ് ഈ എലമെന്റ്സ് നമ്മളുടെ ലാംഗ്വേജിൽ കൊണ്ടുവരുന്നതിൽ ഭയങ്കര ഇന്നോവേറ്റീവ് ആയ റൈറ്റർ ആയിരുന്നു. ഒരുപാട് വേർഡ്സ് അദ്ദേഹം കോയിൻ ചെയ്തു. നേറ്റീവ് ഇംഗ്ലീഷിൽ നിന്നായാലും ഫോറിൻ ഒറിജിൻ ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാവും, അതിനൊക്കെ ഒരുപാട് വേർഡ്സ് അദ്ദേഹത്തിന്റെ വർക്കുകൾ ഒരുപാട് പോയട്രിയിലേക്ക് അയാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓർണമെന്റഡ് ആയിട്ട്, അത് ഭയങ്കര ഫാൻസിഫുൾ, അത് ഭയങ്കര അലങ്കാരങ്ങൾ നിറഞ്ഞ ഒരു ഇതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് മറ്റുള്ള ഇതൊന്നും കുറെ വേർഡ്സ് അദ്ദേഹം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതിൽ പറയുന്നുണ്ട് അദ്ദേഹം ഒരു പ്രോജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ തന്നെ ലാംഗ്വേജിന്റെ കിങ്ഡം,
നമ്മുടെ ലാംഗ്വേജിന്റെ കിങ്ഡം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടുന്ന കിങ്ഡം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ ഒരു സാമ്രാജ്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ക്ലാസിക്കൽ അതേപോലെ മോഡേൺ ഭാഷകളിൽ നിന്ന് ഒരുപാട് ഡയലക്റ്റ് ചെറു ഭാഷകൾ ഉണ്ടാവുമല്ലോ. നിങ്ങള് ഓരോ പ്രത്യേക രീതിയിലുള്ള ഭാഷകൾ, അതായത് ഡയലക്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ദേശത്ത് സംസാരിക്കുന്ന ഭാഷ എന്നൊക്കെ പറയുമല്ലോ. അങ്ങനത്തെ ഓരോരോ ഭാഷകളിൽ നിന്നൊക്കെ ഒരുപാട് വാക്കുകൾ അദ്ദേഹം ബോറോ ചെയ്തു. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ വെർണാങ്കുലർ, അവരുടെ ദേശഭാഷ അല്ലെങ്കിൽ അവരുടെ വെർണാങ്കുലർ ലാംഗ്വേജ് എൻറിച്ച് സമ്പന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മറ്റുള്ള ഭാഷകളിൽ നിന്നൊക്കെ ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഗബ്രിയേൽ ഹാർവി എന്നുള്ളൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിനുള്ള ഒരു ലെറ്ററിൽ ഈ ഒരു കാര്യത്തിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം വോൾട്ടർ റെലേക്ക് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ടംപററി സൊസൈറ്റിയിൽ ഒരു പോയറ്റ് എങ്ങനെയാവണം, അല്ലെങ്കിൽ ഒരു പോയട്രി ഒരു പോയറ്റ് എങ്ങനെയാവണം, അതേപോലെ ആ പോയറ്റിന്റെ റോള് ഒരു കണ്ടംപററി സൊസൈറ്റിയിൽ എങ്ങനെയാവണം, ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ വോൾട്ടർ റെലേക്കുള്ള വോൾട്ടർ റെലേക്ക് എഴുതിയിട്ടുള്ള ഒരു ലെറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ സ്പെൻസർ അതിൽ പറയുന്നുണ്ട്, ഫാഷനിങ് എ ജെന്റിൽമാൻ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു ആളെ ഭയങ്കര ഫാഷനിങ് ആക്കുക അല്ലെങ്കിൽ മൂടി പിടിപ്പിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ ഫാഷനിങ് എ ജെന്റിൽമാൻ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റില് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് റോള് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗുഡ് ലിറ്ററേച്ചറിൽ ഫാഷനിങ്, നല്ലൊരു സാഹിത്യത്തില് ലിറ്ററേച്ചറിൽ ഫാഷനിങ് എ ജെന്റിൽമാൻ എന്നുള്ള ഈ കോൺസെപ്റ്റിന് ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് എന്ന് പറയാണ്. കാരണം എന്നാല് അതിനൊരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഒന്നിനെ നമുക്ക് നല്ലതാക്കി നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പോയട്രീന്റെ കേസിലാണെങ്കിൽ ഫാഷനിങ് എ ജെന്റിൽമാൻ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒരു ജെന്റിൽ, ഒരു വെർച്വസ്, നന്മ നിറഞ്ഞ നല്ലത് എന്നുള്ളൊരു ഇതാണ്. അങ്ങനെയാണ് നല്ലതാവുള്ളൂ എന്നുള്ള ഒരു ആശയാണ് അവിടെ പറയണത് കേട്ടോ. ഫാഷനിങ് എ ജെന്റിൽമാൻ എന്നുള്ള ഈ കോൺസെപ്റ്റിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ലിറ്ററേച്ചറിൽ അതിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ റിനൈസൻസ് റൈറ്റേഴ്സ് ഉണ്ടല്ലോ. ഈ റിനൈസൻസ് റൈറ്റേഴ്സ് എന്നിട്ടുണ്ടെങ്കിൽ അവര് ഈ റൈറ്റിംഗ് പ്രാക്ടീസും കൂടെ അവരവരുടെ ബെസ്റ്റ് സെൽസിനെ കാർവ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ പറയുമല്ലോ, നമ്മൾ ഈ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള റോക്സ് ഒക്കെ അതിൽ കളഞ്ഞ് നമ്മൾ ആ റോക്സിന്ന് അതിന് വേണ്ട അതിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കാർവ് ഔട്ട് തുറന്ന് ചിരണ്ടിയൊക്കെ നമ്മൾ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയണത് ഇവര് സ്പെൻസർ വിശ്വസിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിനൈസൻസ് റൈറ്റേഴ്സ് അവരെ ഈ റൈറ്റിംഗ് പ്രാക്ടീസ് കൂടെ അവരുടെ ബെസ്റ്റ് സെൽഫിനെ, ഒരു നല്ല സ്വത്വം എന്നൊക്കെ പറയുക, സെൽഫ് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് കാർവ് ഔട്ട് ചെയ്തുണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ സ്പെൻസർ ഫാഷനിങ് എ ജെന്റിൽമാൻ എന്നുള്ള, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് പോയട്രീന്റെ ഗോളാണ് എന്നുള്ള രീതിക്കാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതുകൊണ്ട് തന്നെ സെൽഫ് ഫാഷനിങ്, ഷേപ്പിംഗ്, സ്ട്രക്ചറിങ്, അതായത് അയാളുടെ തന്നെ ലൈഫിനെ, അയാളുടെ ഹിസ് ഓൺ ലൈഫിനെയും അയാളുടെ പേഴ്സണാലിറ്റീനെയൊക്കെ ഫാഷൻ ചെയ്യിക്കാനും ഷേപ്പ് ചെയ്യാനും സ്ട്രക്ചർ ചെയ്യാനൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് ശ്രമം അദ്ദേഹത്തിന്റെ പോയട്രിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ഫാഷനിങ് എ ജെന്റിൽമാൻ എന്നുള്ള കോൺസെപ്റ്റിൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്നു. അത് പോയട്രിന്റെ ഗോൾ ആയിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡിനറി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഇമ്പോർട്ടന്റ് ജെന്റിൽമാൻ എന്നുള്ള ഒരു ഇതിലേക്ക് ഉയർന്നു വന്ന ആളാണ്. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതും. ദെൻ ഗ്രീൻബ്ലാറ്റിന്റെ ഒരു ഇത് അതിൽ തന്നിട്ട് നമ്മുടെ PDF കാണാൻ സാധിക്കും. ഗ്രീൻബ്ലാറ്റ് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ഫാഷനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി ക്വാളിറ്റി ആണ് എലിസബത്തൻ റൈറ്റിംഗിൽ എന്ന് പറയുന്നുണ്ട്. കാരണം
ഒന്നും ഒരു പ്രത്യേകിച്ച് ഒരു ടൈറ്റിലോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്ത ആൾക്ക് ഒരു പ്രത്യേക ഒരു പൊസിഷൻ സൊസൈറ്റിയിൽ അത് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് സെൽഫ് ഫാഷനിങ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ക്വാളിറ്റിയാണ്. അതൊരാൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സൊസൈറ്റിയിൽ ഒരു പുതിയ സ്ഥാനം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് ഗ്രീൻ ബ്ലാറ്റ് അതിൽ പറയുന്നുണ്ട്. നമ്മുടെ PDF അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെൻസർ പറയാണ് നമ്മളുടെ ഈ പോയറ്റിന്റെ ഒരു റോളാണ് എന്ത്, കൾച്ചർ ബിൽഡ് ചെയ്യുക, ഒരു ആൾക്കാരെ ഇടയിൽ ഒരു കൾച്ചർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സിവിലൈസ് ചെയ്യുക. ഇതൊക്കെ ഒരു പോയറ്റിന്റെ റോളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പർപ്പസ് ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് അലിഗറി, റെപ്പറ്റീഷൻ, ഹൈ ഡിക്ഷൻ. അലിഗറി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിന്റെ ഇതാണല്ലോ അലിഗറി. അത് റെപ്പറ്റീഷന്റെ ഒക്കെ ഫിഗർ ഓഫ് സ്പീച്ചുകളാണ്. ഹൈ ഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഭാഷ എന്നൊക്കെ പറയുമല്ലോ. അതേമാതിരി ഫോമൽ സ്റ്റൈൽ. ഇതൊക്കെ സ്പെൻസർ സിവിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മൾ കൾച്ചർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് പോയറ്റിന്റെ റോളാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സിവിലൈസിങ് മിഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അദ്ദേഹം ഒരു പുതിയ എസ്തെറ്റിക് ഓഫ് റൈറ്റിംഗ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അതായത് ഓരോ വാക്കിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ കൊടുത്തുകൊണ്ട് അദ്ദേഹം ഓരോ ഒരു റൈറ്റിങ്ങിന് അതിന്റെ പുതിയൊരു എസ്തെറ്റിക് ഒരു ഇതുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ സ്പെൻസർ ഇവിടെ പറയുന്നുണ്ട് ഒരു സ്പെൻസറിന് ഒരു മോഡേൺ പോയറ്റ് ആയിട്ട് ഇരിക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. കാരണം അങ്ങനെ ഒരു ചേഞ്ചിങ് ടൈം, അത്തരത്തിലൊരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് സൊസൈറ്റിയിൽ പുതിയ തരത്തില് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്യാപ്പബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെന്റേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് പോയട്രിയിൽ. അതിന്റെ അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഈ സ്പെൻസേറിയൻ സോണറ്റ് എന്നുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ. ഇത് അങ്ങനെ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തായി, ഒരു പുതിയൊരു കാനൻ, ഇംഗ്ലീഷ് പോയട്രീന്റെ ഒരു പുതിയൊരു കാനൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് വർക്ക്, ഒരു കളക്ഷൻ ഓഫ് വർക്ക്, അങ്ങനെയൊക്കെ ഒരു അർത്ഥമാക്കുന്ന ഒരു വാക്കാണ് കേട്ടോ ഈ കാനൻ എന്നുള്ളത്. അപ്പോ ഈ പുതിയൊരു കാനൻ ഇംഗ്ലീഷ് പോയട്രിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നാ പറയണത്. ദെൻ പറയുന്നുണ്ട് സോണറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് റൈറ്റിംഗിലേക്ക് അന്ന് അത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നത് ഭയങ്കര കെയറും ഒക്കെ ആവശ്യം വന്നിട്ടുള്ള ഒരു റൈറ്റിംഗ് ഒരു ആർട്ട് ഫോം ആയിരുന്നു സോണറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ ലിറിസിസത്തിന്റെയും ഫോക്ക് കൾച്ചർ ഉണ്ടാവില്ലേ, അതിന്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടായിരുന്നു ഈ ഒരു സോണറ്റ്സിനെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇംഗ്ലീഷ് ഇഡിയംസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അതിനൊക്കെ പറ്റിയിട്ട് കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇംഗ്ലീഷ് ഇഡിയംസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതോടുകൂടെ ഇതിന്റെ പോയറ്റിക് എക്സ്പ്രഷൻസ് ഒക്കെ അതിന്റെ സ്കോപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് വർദ്ധിക്കുക ചെയ്തത്. അതായത് ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ട് കാര്യങ്ങൾ നമ്മളുടെ സോണറ്റുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ സോണറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു പേഴ്സന്റെ ഇമോഷണൽ പേഴ്സന്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് ഉണ്ടാവില്ലേ, ഇപ്പൊ ഇമോഷണലി ഇതായിട്ടിരിക്കുന്ന ഒരാളുടെ മെന്റൽ സ്റ്റേറ്റ്, ഇതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓരോ സോണറ്റിലും അയാളുടെ ഇമോഷൻസിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഏത് ഇമോഷൻ ആയിക്കോട്ടെ കേട്ടോ. ദെൻ പിന്നെ പറയുന്നുണ്ട് സ്പെൻസർ നമ്മുടെ ഇംഗ്ലണ്ടിലേക്ക് വന്നതോടുകൂടെ പോയട്രിയിലും ഒരു ന്യൂ ഏജ് ആണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചോസറിന് ശേഷം വന്ന ഒരു എലിസബത്തിൻ ഇംഗ്ലണ്ട് നെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോയറ്റ് ആയിരുന്നു സ്പെൻസർ. കാരണം ചോസറിന് ശേഷം അത്രയും നാഷണൽ ഒരു പാട്രിയോട്ടിക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള ചോസറിന് ശേഷം വന്ന ഒരു പോയറ്റ് സ്പെൻസർ ആയിരുന്നു.
അപ്പോൾ അദ്ദേഹം വന്നതോടുകൂടെ പോയട്രിക്ക് ഒരു പുതിയൊരു ഏജ് ഇംഗ്ലണ്ടിൽ തുടങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഹ്യൂമൻ സൈക്കി ഉണ്ടല്ലോ, മനുഷ്യന്റെ മെന്റാലിറ്റി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യന്റെ ഇമോഷൻസിനെ പറ്റിയിട്ട്, മെന്റൽ സ്റ്റേറ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എഴുതുന്ന റൈറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ പേജ് ഓക്കെ. അപ്പൊ ഹ്യൂമൻ സൈക്കിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ഷേക്സ്പിയർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട്, അതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഷേക്സ്പിയറിനെയും മിൽട്ടനെയൊക്കെ മുന്നേ സഞ്ചരിച്ചിരുന്ന ഒരു റൈറ്റർ നമ്മുടെ സ്പെൻസർ ആയിരുന്നു. അതുപോലെ അദ്ദേഹം നാഷണൽ പോയറ്റ് ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. കാരണം ക്യൂനിന്റെ റൂളിനെ പറ്റിയിട്ടും ഇംഗ്ലീഷ് കിങ്ഡത്തിനെ പറ്റിയിട്ടും അതിന്റെ മഹത്വവും കാര്യങ്ങളൊക്കെ പറ്റി അദ്ദേഹത്തിന്റെ പോയട്രിയിൽ ഭയങ്കരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ നാഷണൽ പോയറ്റ് എന്നുള്ള രീതിക്കും നമ്മുടെ സ്പെൻസർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ പറയുന്ന ഒരു കാര്യം സറ്റിലിറ്റി ഓഫ് ലാംഗ്വേജ്, അതായത് ഭാഷയുടെ ഒരു അതിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, സറ്റിലിറ്റി എന്നായിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, സൂക്ഷ്മമായിട്ടുള്ള എന്നൊക്കെ പറയും. അപ്പൊ ഈ ലാംഗ്വേജിലുള്ള ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ആർട്ടിന്റെ ആ ഒരു ഭംഗി, ഇത് അതേപോലെ വൈബ്രന്റ് കൾച്ചറുള്ള ലണ്ടൻ സിറ്റിന്റെ ആ ഒരു എലഗൻസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ യൂസ് ചെയ്യും. അതോടുകൂടെ അദ്ദേഹത്തിനൊരു വിറ്റ് അല്ലെങ്കിൽ അക്യൂമൻ ഓഫ് സദേൺ അർബൻ പോയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സദേൺ അർബൻ പോയറ്റിലെ ഒരു അക്യൂമൻ, അതായത് ഭയങ്കര കുശാഗ്ര ബുദ്ധി, അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ആണ് അക്യൂമനുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് അതെങ്ങനെ അറിയപ്പെടുന്നതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജിന്റെ ആ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ആർട്ടിന്റെ ഒരു ഭംഗി, അതേപോലെ ലണ്ടൻ സിറ്റിയുടെ വൈബ്രന്റ് കൾച്ചർ, ഇതൊക്കെ അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന്റെ റൈറ്റിംഗിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ദെൻ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പിന്നെ പറയുന്നത് സ്പെൻസർ ഒരുപാട് ഒരു പർപ്പസ് വെച്ചിട്ടാണ് അദ്ദേഹം ഓരോ പോയട്രിക്കും ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളതിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതായത് ലൈറ്റ് ഹാർട്ട് ഓഫ് റിവോൾട്ടിക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓരോ പോയട്രിക്കും ഒരു പർപ്പസ് ഉണ്ട്. അത് ആ ഒരു പർപ്പസ് ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അദ്ദേഹം ഓരോന്നും ഓരോ വർക്കുകളും എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ അദ്ദേഹത്തെ സംബന്ധിച്ച് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈം പാസ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫാൻസിങ് അല്ലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം റൈറ്റിങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ പറയുന്നത് സ്പെൻസറിന്റെ ഈ ഒരു പോയറ്റിക് എക്സ്പ്രഷനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു സീരിയസ് എൻഗേജ്മെന്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു കണക്ഷൻ പോയറ്റിക് എക്സ്പ്രഷനുമായിട്ടുള്ള, ഇത് അദ്ദേഹത്തിനെ മറ്റുള്ള പോയറ്റിൽ നിന്ന് ഭയങ്കര ഡിസ്റ്റിങ്വിഷ്ഡ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആക്കി എന്നാ പറയുന്നത്. കാരണം മറ്റുള്ള പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെൽഫ് ഇൻഡൾജന്റ് ആയിരുന്നു എന്നാ പറയുന്നത്. അതെന്താ വെച്ചാൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് കീഴ്പ്പെടുന്ന അത്തരത്തിലുള്ള എലമെന്റ്സും കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള റൈറ്റിംഗ് ആയിരുന്നു മറ്റുള്ള റൈറ്റേഴ്സിന്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് പോയറ്റിക് എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് വന്ന ഒരു റൈറ്ററാണ് സ്പെൻസർ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു സ്പെൻസറിന്റെ വർക്കുകൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. ദെൻ പറയുന്ന നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോണറ്റ് ഫോം. സോണറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ സോണറ്റിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റാലിയൻ ഇതിന്നാണല്ലോ സോണറ്റുകൾ വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റാലിയൻ ഇതിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ സൗണ്ട് അല്ലെങ്കിൽ ഒരു സോങ് എന്നുള്ള രീതിക്കാണ്. അത് 14 ലൈൻസ് ഉണ്ടാവും. ദെൻ എപ്പോഴും അയാംബിക് പെൻഡാമീറ്ററിലാണ് എഴുതിയിട്ടുണ്ടാവുക. അയാം എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്കൽ ഫ്രൂട്ട് ആണ്. അതായത് അതിന്റെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടാവുമല്ലോ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺസ്ട്രെസ്ഡ് സിലബിളിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു സ്ട്രെസ്ഡ് സിലബിൾ വരുന്നതാണ് അയാംബ് എന്ന് പറയുന്നത്. പെൻഡാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വരിയുള്ള 5 വരികൾ, അതിനെയാണ് പെൻഡാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ ഓഫ് 5 feet, ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പാറ്റേണിലായിരിക്കും എപ്പോഴും സോണറ്റുകൾ എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ, അയാംബിക് പെൻഡാമീറ്ററിൽ. ദെൻ
പിന്നെ അതിന് ഒരു പ്രത്യേകിച്ച് റൈം സ്കീം ഉണ്ടാവും. നമ്മളിങ്ങനെ കേട്ടില്ലേ ABAB അങ്ങനെയൊക്കെ ഓരോ സ്കീമുകളില്ലേ, അങ്ങനെ ഒരു റൈം സ്കീം ഉണ്ടാവും, ഒരു ഭയങ്കര ഒരു കോമ്പാക്ട് ആയ സ്ട്രക്ചർ ഉണ്ടാവും, ഒരു ഭയങ്കര തീമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും എപ്പോഴും നമ്മളുടെ സോണറ്റുകൾ. ദെൻ നമ്മളുടെ ഈ സോണറ്റുകളുടെ ഒരു ക്ലാസിക് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റാലിയൻ സ്കോളർ ആയിട്ടുള്ള പെട്രാർക്കാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെട്രാർക്കിനൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. ദെൻ അതുകൊണ്ട് തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സോണറ്റുകളെ പെട്രാർക്കിൻ സോണറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്രാർക്കിൻ സോണറ്റുകൾ എഴുതിയിരുന്നത് 2 ഡിവിഷൻ ആയിട്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഒരു 8 ലൈൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പാരഗ്രാഫ് എഴുതൂലേ, പാരഗ്രാഫ് പറഞ്ഞ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് സെക്കൻഡ് പാരഗ്രാഫ്, അതുപോലെ നമ്മളുടെ സോണറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻസ എന്ന് പറയും. അതായത് ഒരു സെറ്റ് ഓഫ് ലൈൻ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത സെറ്റ്. അപ്പൊ ആ ഫസ്റ്റ് സെറ്റ് ഓഫ് 8 ലൈന്, ആദ്യത്തെ 8 വരീനെ നമ്മളെ ഒക്ടേവ് എന്നും പിന്നെ വരുന്നത് 6 ലൈൻസ് ആണ്. ഓക്കെ, ആ 6 വരുന്ന ആ 6 നമ്മൾ, അത് ഫൈനൽ സ്റ്റാൻസ, ആ 6 നമ്മൾ സെസ്റ്റെറ്റ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മളുടെ ഒരു ഫോമാറ്റ്, ഒരു സോണറ്റിന്റെ ഫോമാറ്റ് ആണിത്. 14 ലൈനാണ് ഫസ്റ്റ് 8 ലൈനും പിന്നെ 6 ലൈനും, അതിന്റെ പേരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ റൈം സ്കീം എപ്പോഴും ABBA ABBA ദെൻ CDE CD അല്ലെങ്കിൽ CDC GCD, ഇങ്ങനെ ഒരു ഫോമാറ്റിൽ ആദ്യം 8 വരി, ദെൻ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ABBA എന്ന് എഴുതിയതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ല കേട്ടോ, അത് ഒന്നിച്ചുള്ളത് തന്നെയാണ്. ABBA പിന്നെയാണ് ഗ്യാപ്പ് വന്നിട്ട് CDE എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇപ്പൊ ആദ്യത്തെ ഒരു ഒക്ടേവ് ഉണ്ടല്ലോ 8 വരി, അതിലെന്തിനെങ്കിലും ഒരു ആ സ്റ്റാൻസയിൽ ചിലപ്പോൾ എന്തിനെങ്കിലും ഒരു പ്രോബ്ലത്തിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആ തീമിനനുസരിച്ചുള്ള അതിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ് ആയിരിക്കും പറയുന്നുണ്ടാവുക. നെക്സ്റ്റ് പിന്നെ അതൊന്ന് വരുന്ന ആ സ്റ്റാൻസയിൽ നിന്ന് നമുക്കൊരു ഷിഫ്റ്റ് ആണ് അടുത്ത സ്റ്റാൻസയ്ക്ക്, അതിന് ഷിഫ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ടേൺ എന്നൊക്കെ പറയും. അതാണ് നമ്മുടെ സെസ്റ്റെറ്റ്. ആ സെസ്റ്റെറ്റിൽ എപ്പോഴും ഇപ്പൊ മേലെ പറഞ്ഞ ആർഗ്യുമെന്റ് ആണെങ്കിൽ അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് ആയിരിക്കും, മേലെ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ വെച്ചാൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ ആവും നമ്മൾ സെസ്റ്റെറ്റിൽ കാണാൻ കഴിയുക. ഓക്കെ, ദെൻ തോമസ് വ്യാട്ടിനെ പറ്റി പറയുന്നുണ്ട്. തോമസ് വ്യാട്ടാണ് നമ്മളുടെ സോണറ്റ്സ് ഇംഗ്ലീഷിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹം ഒരുപാട് പെട്രാർക്സിന്റെ ഒരുപാട് സോണറ്റ്സ് അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അദ്ദേഹം ഇറ്റലിയിൽ നിന്ന് റിട്ടേൺ ചെയ്ത സമയത്ത് ഒരുപാട് പെട്രാർക്കിന്റെ ഒരുപാട് അദ്ദേഹം ഇറ്റലിയിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അത് പെട്രാർക്കിന്റെ ഒരുപാട് സോണറ്റുകൾ പെട്രാർക്കിന്റെ ഒരുപാട് സോണറ്റുകൾ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് 30 സോണറ്റുകളോളം അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ 25ഓളം പെട്രാർക്കിന്റെ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അത് ഒക്ടേവ്, സെസ്റ്റെറ്റ്, അങ്ങനെ ആ രീതിയിൽ. ഓക്കെ, അതിൽ സെസ്റ്റെറ്റില് ഇപ്പൊ നമ്മൾ നേരത്തെ ഒക്ടേവും സെസ്റ്റെറ്റും പറഞ്ഞില്ലേ, അതിൽ ആ സെസ്റ്റെറ്റിന് ഒരു സ്പ്ലിറ്റ് ഈ ഒരു ഇതിൽ കാണാൻ സാധിച്ചിരുന്നു. അതില് ആ സെസ്റ്റെറ്റ് എപ്പോഴും 6 ലൈൻ ആണല്ലോ, അതിലും ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ വെച്ചാൽ 4 വരി കഴിഞ്ഞിട്ട് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഫൈനൽ കപ്ലറ്റ്, ലാസ്റ്റ് 2 വരി അങ്ങനെ. ഓക്കെ, ആ 4 വരിക്ക് ക്വാട്രെയിൻ എന്നാണ് പറയുക, ലാസ്റ്റത്തെ 2 വരിക്ക് കപ്ലറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമുക്ക് പെട്രാർക്കിന്റെ ആ ഒരു സോണറ്റിൽ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ വ്യാട്ടിന്റെ ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൊളോക്കിയൽ ആയിരുന്നു, ഡ്രമാറ്റിക് ആയിരുന്നു എന്നാണ് പറയുന്നത്. പെട്രാർക്കിന്റെ എപ്പോഴും ഫോമൽ സ്റ്റൈലിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും അദ്ദേഹത്തിന്റെ ബിലവിഡിനെ ഐഡിയലൈസ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ളൊരു ഇതായിരുന്നു പെട്രാർക്കിന്റെ സ്റ്റൈല്. പക്ഷെ ഈ വ്യാട്ടിന്റെ ഇതിൽ നമ്മൾ ഈ ലവിന്റെ ഐഡിയലിസം, ലവിനെ എത്ര ഐഡിയലൈസ് ചെയ്തുകൊണ്ട് നമുക്കതൊന്നും കാണാൻ കഴിയില്ല. ഓക്കെ, എപ്പോഴും ഒരു കൊളോക്കിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡിനറി ആയിട്ടുള്ള രീതിയിലാണ് വ്യാട്ടിന്റെ റൈറ്റിംഗ് ടോൺ എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഇതിൽ കാണാൻ കഴിഞ്ഞിരുന്നത് നമുക്ക് കൂടുതലായിട്ടും ലവ് എക്സ്പീരിയൻസിന്റെ ആ പ്യൂരിറ്റി, അതൊക്കെ എപ്പോഴും അദ്ദേഹത്തിന്റെ വർക്കുകളിൽ എപ്പോഴും കാണാൻ സാധിച്ചിരുന്നു എന്നാ പറയുന്നത്. പിന്നെ
ചോസറിന്റെ ഇതോട് കൂടെ നമുക്ക് ഈ ഐറണി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടെ നമ്മുടെ ഇംഗ്ലണ്ടിൽ ഈ ഒരു ഐറണി ഭയങ്കര സ്ട്രോങ് റൂട്ട്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ആ പീരീഡിലുള്ള പോയട്രിയിലൊക്കെ, ലവ് പോയട്രീസിലും നമുക്ക് ഒരുപാട് ഐറണീസ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോട്ട്ലി ലവ് പോയറ്റ്. കോട്ട്ലി ലവ് പോയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടന്റ് സോണറ്റ് ടൈപ്പ് ആണ് കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എലിസബത്തൻ ലവ് പോയറ്റ്സ് ഉണ്ടാവില്ലേ, അവരെയാണ് നമ്മൾ ഈ അവരാണ് കോട്ട്ലി ലവ് സോണറ്റ്സ് അത് തന്നെയാണ് കോട്ട്ലി ലവ് സോണറ്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ അല്ലെങ്കിൽ കോട്ട്ലി ലവ് സോണറ്റ്സ് അല്ലെങ്കിൽ ലവ് ലിറിക് എന്നൊക്കെ വിളിക്കും. ഓക്കെ, അത് ഇറ്റാലിയൻ പോയട്രി എന്നാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലെ സബ്ജക്റ്റ് എങ്ങനെയായിരുന്നു അറിയോ? എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈനിങ് ലവർ ആൻഡ് എ ബ്യൂട്ടിഫുൾ ബട്ട് പിറ്റ്ലെസ് ബിലവഡ്, ഇതായിരുന്നു അവരുടെ ഒരു എപ്പോഴും അതിന്റെ ഒരു സബ്ജക്റ്റ്. കാരണം പൈനിങ് ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ട്, ഭയങ്കര മെന്റലി ഫിസിക്കലി ഭയങ്കര അയാളുടെ അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ, ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളുടെ അങ്ങനത്തെ, പിന്നെ മിസ്സിങ് അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ ഒരാളെയും എന്നാ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിറ്റ്ലെസ്, ദയൊന്നും ഇല്ലാത്തൊരു ബിലവഡിനെയായിരുന്നു എപ്പോഴും അത് സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജനറലി പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഈ സോണറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതിന്റെ ഇങ്ങനെ ഒരു ഇമേജ് ആയിരുന്നു. എന്താ വെച്ചാൽ ഒരു മാൻ എപ്പോഴും ഒരു ഗേളിനോട് അയാളുടെ ലവിന് വേണ്ടിയിട്ട് പ്ലീഡ് ചെയ്തുകൊണ്ട്, ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കൂലെ, അതേപോലെ അയാളുടെ ലവ് സിക്ക് സെൽഫ്, അതായത് ഈ പ്രണയമൊക്കെ ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് അതിന്റെ ഇതൊക്കെ അനുഭവിച്ച് ഇതായിട്ടും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസുകള്, അതേപോലെ അവളുടെ ആ ഒരു ലേഡിയുടെ ചാംസ്, ഭംഗിയിലൊക്കെ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആള്, അല്ലെങ്കിൽ അവളുടെ അവളോട് യാചിക്കുകയാണ്, എന്നിൽ ദയ ഉണ്ടാവണം, എന്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ എന്റെ ഇത് ആക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് പ്ലീഡ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഓരോ ഇമേജസ് ആണ് നമുക്ക് ഇതിൽ കൂടെ ഒക്കെ അധികവും ഇതിൽ നിന്ന് പൊതുവായിട്ട് സോണറ്റ്സ് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് എന്നുള്ളത് പിന്നെ ഒരുപാട് ഇംഗ്ലീഷ് പോയിറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റുള്ള അവരുടെ ലിറ്റററി ട്രഡീഷൻസും അതിന്റെ ആറ്റിറ്റ്യൂഡ്സിന്റെ കൂടെ ഈ ഒരു ലവ് എക്സ്പ്രഷൻസ് പിന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വ്യാട്ടിന്റെ ഒരു സോണറ്റ് ഉണ്ട്, ദേ ഫ്ലീ ഫ്രം മീ എന്ന് പറഞ്ഞിട്ടൊരു സോണറ്റ് ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവിന്റെ ഇന്റർപ്രിട്ടേഷനെ പറ്റി ഒരു ഇത് നമുക്ക് കൺവേ ചെയ്യുന്നുണ്ട്. അതായത് ഇറ്റ് ഈസ് നോട്ട് മിയർലി ദ ഔട്ട്ബേഴ്സ്റ്റ് ഓഫ് ലവേഴ്സ് ഇമോഷൻ, അതായത് ലവേഴ്സിന്റെ ഇമോഷന്റെ വെറും ഒരു ഔട്ട്ബേസ്റ്റ്, അതിങ്ങനെ തള്ളിച്ച ഇത് മാത്രമല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതാണ് ഈ ഒരു വർക്കിൽ കൂടെ, വ്യാട്ടിന്റെ ഈ സോണറ്റിൽ കൂടെ ലവിനെ പറ്റി ഒരു ഇന്റർപ്രിട്ടേഷൻ, ഒരു വ്യാഖ്യാനം, അതായത് ബിലവഡിനെ പറ്റിയിട്ടൊക്കെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഇതിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. നെക്സ്റ്റ് സ്പെൻസറിയൻ സ്റ്റാൻസ. സ്പെൻസറിന്റെ സ്റ്റാൻസയെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് സ്പെൻസറിയൻ സ്റ്റാൻസയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു സ്പെൻസറിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു യുണീക്ക് സ്റ്റൈലാണ്. അതായത് അത് നമുക്ക് ഫാരി ക്യൂൻ ഇല്ലേ, ദ ഫാരി ക്യൂൻ, അതിലാണ് അദ്ദേഹം ഇത് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത് തന്നെ, അദ്ദേഹത്തിന്റെ ഈ സ്റ്റൈൽ, ഈ ഒരു സ്റ്റാൻസ. ഓക്കെ, അതായത് സ്പെൻസറിയൻ സോണറ്റിന്റെ ഈ ഒരു സ്റ്റൈല് എക്സ്പെരിമെന്റ് ചെയ്തത് ദ ഫാരി ക്യൂണിലാണ്. അത് ഇംഗ്ലണ്ടിൽ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു വേഴ്സ് ഫോമാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അത് 8 ലൈൻസ് അതിലുണ്ടായിരുന്നു. അയാംബിക് പെൻഡാമീറ്ററിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതില് അതിന്റെ 9th ലൈനിനെ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നത് അലക്സാഡ്രിൻ എന്നുള്ള ഒരു പേരിലായിരുന്നു. ഓക്കെ, ദെൻ അതിന്റെ റൈം സ്കീം അവിടെ തന്നിട്ടുണ്ട്. ABA BBC BCC ഇങ്ങനെ ഒരു റൈം സ്കീമിലായിരുന്നു അത് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. ദെൻ ഈ ഒരു യുണീക്ക് സ്റ്റാൻസ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപാട് കണ്ടംപററി യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരുപാട് പോയറ്റിക് ഫോം ഉണ്ടല്ലോ, പോയറ്റിക് പാറ്റേൺസ്, ഇതിനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ടും അതേപോലെ തന്നെ
ഓൾഡ് ട്രഡീഷൻ, പോയട്രീന്റെ ഓൾഡ് ട്രഡീഷൻ, അതേപോലെ കണ്ടംപററി യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരുപാട് പോയറ്റിക് പാറ്റേൺസും ഇതൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റാൻസ ഉണ്ടാവുമല്ലോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫ്രഞ്ച് ബാലഡുകൾ, 8 ലൈൻ സ്റ്റാൻസ് ഉള്ള ഫ്രഞ്ച് ബാലഡുകൾ, ഇറ്റാലിയൻ സ്റ്റാൻസ, അതൊക്കെ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ ചോസേറിയൻ സ്റ്റാൻസ, അതായത് ദ കാൻറ്റർബറി ടെയിൽസിൽ മങ്കിന്റെ ടെയിൽ പറയണത് ചോസേറിയൻ സ്റ്റാൻസ. ഇതൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹം സോണറ്റുകൾ ഈ സംഭവങ്ങളൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നുണ്ട്, ഈ സ്പെൻസറിയൻ സ്റ്റാൻസ കൂടുതൽ പോപ്പുലർ ആയത് എലിസബത്തേൻ ഏജിലായിരുന്നു. പിന്നീട് അത് ഒരുപാട് റൊമാൻറ്റിക് പീരീഡിലുള്ള ഒരുപാട് യങ്ങർ റൊമാൻറ്റിക് പോയറ്റ്സ് ഉണ്ടാവല്ലോ, നമ്മളുടെ ബൈറൺ, കീറ്റ്സ്, ഷെല്ലി, ഇവരും അദ്ദേഹത്തിന്റെ ഒരുപാട് പോയിന്റ്സ് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ സ്പെൻസറിയൻ സ്റ്റാൻസ ഉണ്ടല്ലോ അത് പോപ്പുലർ ആയത് എലിസബത്തേൻ ഏജിലായിരുന്നു. ദെൻ പിന്നീട് റൊമാൻറ്റിക് പീരീഡിൽ ഒരുപാട് യങ്ങർ ആയിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റ്സും ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അമോററ്റി, അമോററ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെൻസറിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയാണ് അമോററ്റി. അതിന്റെ മീനിങ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ ലവ്സ് എന്നുള്ള മീനിങ് ആണ് അതിനുള്ളത്. ഇറ്റാലിയൻ ഭാഷയിലാണ് അതിന്റെ മീനിങ് ലിറ്റിൽ ലവ്സ് എന്നുള്ളതാണ്. അതൊരു 89 സോണറ്റിന്റെ ഒരു സീക്വൻസ് ആണ് ഈ ഒരു പോയം, അമോററ്റി എന്നുള്ള പോയം. 1595 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ വേറൊരു വർക്കും കൂടി ഉണ്ടായിരുന്നു, എപ്പിത്തലാമിയം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈഡൽ ബെഡ് ചേംബർ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിന്റെ മാരേജിന്റെ സെലിബ്രേഷൻ അങ്ങനത്തെ അതൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഈ എപ്പിത്തലാമിയോണില്. പിന്നെ നമ്മുടെ അമോററ്റിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആരുമായിട്ടുള്ള മാരേജ് ആയിരുന്നു, എലിസബത്ത് ബോയിലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മാരേജിന്റെ പറ്റിയുള്ള കാര്യങ്ങളാണ് എപ്പിത്തലാമിയോണിൽ പറയുന്നത്. എലിസബത്തും ബോയിലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കോർട്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അതിനെ പറ്റിയുള്ള അതിന്റെ റെക്കോർഡാണ് ഈ ഫസ്റ്റ് അമോററ്റി എന്നുള്ളത്. അതൊരു ലവ് പോയാണ്, അവരുടെ ലവ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് അമോററ്റിയിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പെട്രാർക്കിയൻ സോണറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലവ് പോയറ്റിന്റെ ഒരു പോപ്പുലർ ഫോം ആണ്. പക്ഷെ സ്പെൻസർ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്രാർക്കിയൻ സോണറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെൻസർ അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരുപാട് ഈ എഴുതിയ പോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഒരു അവരുടെ ലവ് റിലേഷൻഷിപ്പ്, അതിനെ ഒരു പ്ലേഫുൾ ഗെയിം ആയിട്ടുള്ള രീതിയിലുള്ള അവരുടെ ലവ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോയം എപ്പോഴും ഉണ്ടായത്. പോയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നതാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പോയത്തിൽ എപ്പോഴും ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും അവർ തമ്മിലുള്ള ഒരു പ്ലേഫുൾ ഗെയിം എന്നുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ, അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആ യൂണിയൻ ഉണ്ടല്ലോ, ലവ് എന്നുള്ളത് മെന്റ് ടു ബി റിയലൈസ്ഡ് അറ്റൈനിങ് എ യൂണിയൻ എന്നാണ് പറയുന്നത്. അതായത് ഈ രണ്ടുപേര് തമ്മിലുള്ള യൂണിയൻ, അതിലാണ് എന്താ അതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തില് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും നമുക്ക് ഈ ഒരു യൂണിയൻ എപ്പോഴും, അത് ബിലവുഡ് ആയിട്ടുള്ളവരുടെ യൂണിയൻ ഉണ്ടല്ലോ, അതെപ്പോഴും ഡെത്ത് അല്ലെങ്കിൽ നാച്ചുറൽ കോഴ്സ് എന്തെങ്കിലും ആയിട്ട് എപ്പോഴും ത്രട്ടൻ ചെയ്യപ്പെടും. അതായത് ഒന്നില്ലെങ്കിൽ ആ യൂണിയനിൽ എത്തപ്പെടാതെ അങ്ങനത്തെ ഒരു തീം ഉണ്ടാവുമല്ലോ. രണ്ടുപേര് തമ്മിൽ റിലേഷൻഷിപ്പ് ആവും, പക്ഷെ അവർക്ക് അവരുടെ ആ യൂണിയൻ സാധ്യമാവാത്ത രീതിയിൽ ചിലപ്പോൾ ഡെത്തോ അല്ലെങ്കിൽ നാച്ചുറൽ കോഴ്സ് എന്തെങ്കിലോ അങ്ങനെ എന്തെങ്കിലും അതിലുണ്ടാവും.
ഒരു ഇമ്മോർട്ടാലിറ്റി എന്നുള്ള, അതായത് പോയട്രിയിൽ അവരുടെ ആ ലവ് റിലേഷൻഷിപ്പിനെ, ഒരു ജെന്യൂൻ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മോർട്ടലായിട്ട് എന്നും നിലനിൽക്കുന്ന രീതിയിൽ, അതായത് യൂണിയൻ കൂടെ അത് ആ ഒരു എന്റെ യൂണിയൻ സാധ്യമാകുന്നില്ലല്ലോ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ റിലേഷൻഷിപ്പ് എന്നും നിലനിർന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആ പോയട്രിയില് ആ ജെന്യൂൻ ലവിനെ ഇമ്മോർട്ടലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റിംഗ് ആയിരുന്നു അദ്ദേഹം കാണാൻ കഴിഞ്ഞിരുന്നത്. അവരുടെ യൂണിയൻ എങ്ങനെയെങ്കിലും അതിനെ ത്രട്ടൻ ചെയ്യുന്ന രീതിയിൽ വല്ല ഡെത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കോഴ്സോ ഒക്കെ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യായിരുന്നു എന്നാണ് പറയണത് കേട്ടോ. അതായത് ആ ജെന്യൂൻ ലവിനെ ഇമ്മോർട്ടലൈസ് ചെയ്തോട്ടാണ് അദ്ദേഹം പോയട്രിയിൽ അവതരിപ്പിച്ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇമ്മോർട്ടലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തന്നൊക്കെ പറയില്ലേ, ആ ലവിന്റെ ആ ഒരു ഇതും ഒരിക്കലും നശിക്കാതെ അതുപോലെ അപ്പം നിലനിൽക്കും. അവര് യൂണിയൻ ഒരിക്കലും പോസിബിൾ ആവാത്ത രീതിയിൽ, പക്ഷെ അത് ആ ലവ് എപ്പോഴും നിലനിൽക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമോറച്ചീന്റെ എല്ലാ എപ്പിസോഡ്സും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു റിയലിസ്റ്റിക് ലവ് പോയ ആയിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഐഡിയലിസ്റ്റിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിവൈൻ അങ്ങനത്തെ തരത്തിലുള്ള രീതി ഉണ്ടാവുമല്ലോ, അങ്ങനെയല്ലായിരുന്നു. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ഒരു എപ്പോഴും അദ്ദേഹത്തിന്റെ പോയം ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അതായത് ഒരു ഒരു പുരുഷന്റെ പോയിന്റ് ഓഫ് വ്യൂ, സ്ത്രീയുടെ അല്ല കേട്ടോ, പുരുഷന്റെ, അയാളുടെ ഡിസയേഴ്സ്, അതേപോലെ അയാളുടെ ബിലവഡിനെ ചേസ് ചെയ്യൂല, പിന്തുടരുന്നതിൽ അയാൾക്ക് ഉണ്ടാവുന്ന ആ ത്രില്ല്, അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു എപ്പോഴും അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്, മെയിൽ പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു എപ്പോഴും അദ്ദേഹത്തിന്റെ പോയ എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ അതിലെ വുമൺ എന്ന് പറയുന്നത് എപ്പോഴും സ്പെൻസറിന്റെ പോയട്രിയിൽ നമ്മൾ കണ്ടിട്ടുള്ള വുമൺ എപ്പോഴും ഭയങ്കര വൈൽഡ് ആയിരിക്കും, വലിയ ഡിവൈൻ ഒന്നും ആയിരിക്കൂല, ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള, അതായത് അവളുടെ തന്നെ താല്പര്യമില്ലാതെ അവളെ പെട്ടെന്ന് അങ്ങോട്ട് വശീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള സ്ത്രീകളായിരിക്കും എപ്പോഴും. പിന്നീട് അവര് അവരുടെ താല്പര്യത്തിന് വഴങ്ങി അവര് ജോയിൻ ചെയ്യും കേട്ടോ. പക്ഷെ എന്നാലും അതായത് അവരോട് അവരോട് അഫെക്ഷനിലാവും. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഈസിലി നമുക്ക് അവരെ ടൈം ചെയ്യാൻ പറ്റാതെ അങ്ങനത്തെ ഒരു വൈൽഡ് നേച്ചറുള്ള സ്ത്രീകളായിരിക്കും എപ്പോഴും സ്പെൻസറിന്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുക. ദെൻ എപ്പോഴും ഇങ്ങനൊരു കാര്യമുണ്ട്, ഒരു വശത്ത് അവർ ഭയങ്കര അൺട്രൂലി, അതായത് ഭയങ്കര ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു സ്ത്രീയായിട്ടും, മറുവശത്ത് അവർ ഭയങ്കര കാമായിട്ട്, ഒരു രണ്ട് കോൺസെപ്റ്റിൽ അവർ സ്ത്രീനെ അതിൽ അവതരിപ്പിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ഡുവാലിറ്റി ഉണ്ടല്ലോ, ഈ രണ്ട് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ രണ്ട് രീതിക്ക് അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീയെ തന്നെ രണ്ട് രീതിയിൽ അവതരിപ്പിക്കാറല്ലോ. ഈ ഒരു ഡുവാലിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ സ്പെൻസറിന്റെ പോയട്രിയിൽ ഭയങ്കര അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് ഓക്സിമോറൺ, പാരഡോക്സ് അങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഈ പോയട്രിയിൽ ഇങ്ങനൊരു കുറെ ഇങ്ങനത്തെ തരത്തിലുള്ള രീതിയിൽ സ്ത്രീകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്സിമോറൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിപരീത തരത്തിലുള്ള വാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ പാരഡോക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസ്, അങ്ങനെയൊക്കെ അത്തരത്തിലുള്ള വാക്കുകളും അങ്ങനത്തെ വാക്കുകളും ആശയങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഡുവൽ നേച്ചർ ഇതിൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് പറയുന്നത് കേട്ടോ. ഇതിന്റെ റൈം സ്കീം എപ്പോഴും ഈ പോയത്തിലൊക്കെ ഉപയോഗിച്ചിട്ട് റൈം സ്കീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AB BC BC CD EE ഈ ഒരു ഫോമാറ്റിലായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഈ അമോർട്ടി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുഴുവനായിട്ട് എന്താ വെച്ചാൽ ലവ് എക്സ്പീരിയൻസ് മാത്രമല്ല, ഒരുപാട് അതിന്റെ മറ്റുള്ള വശങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ലവ് ഇത് മാത്രമല്ലായിരുന്നു, ഒരു റിയലിസ്റ്റിക് ആയിരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരുപാട് മറ്റുള്ള വശങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അമോർട്ടി എപ്പോഴും എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ ഒരു പോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെൻസറിന്റെ പ്രൈവറ്റ് ലവിനെയും അതേപോലെ അദ്ദേഹത്തിന്റെ പബ്ലിക് പോയറ്റ് ഡ്യൂട്ടി ഉണ്ടാവുമല്ലോ, ഇതിന് തമ്മിൽ എപ്പോഴും ഇതിന്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ഒരു ഓസിലേറ്റ് ചെയ്യാന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവാറില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക ചാഞ്ചാടുക അങ്ങനെയൊക്കെ പറയില്ലേ,
അങ്ങനെ ഒരു രീതിയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അമോറച്ചീന്റെ 80th സൊണറ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹം ഫാരി ക്യൂൺ ദ ഫാരി ക്യൂന്റെ 6ാമത്തെ ബുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോ ഒരു വശത്ത് അദ്ദേഹം ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു പ്രൈവറ്റ് ലവിനെ പറ്റിയിട്ടും എഴുതുന്നുണ്ട്, മറ്റേ വശത്ത് അദ്ദേഹത്തിന്റെ പോയറ്റിക് ഡ്യൂട്ടി ഉണ്ടല്ലോ, പബ്ലിക് പോയറ്റ് ഡ്യൂട്ടി, അതും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അമോർട്ടിയിൽ തന്നെ എന്താ ഈ ഒരു പ്രൈവറ്റ് ഇമോഷന്റെയും അദ്ദേഹത്തിന്റെ പബ്ലിക് ഇമേജ് ഉണ്ടാവുമല്ലോ, ഇതിന്റെ ഒരു ഡിലീമ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൺഫ്യൂഷൻ ഇത് അദ്ദേഹത്തിന്റെ അമോർച്ചിയിൽ ഭയങ്കരമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, കാണാൻ കഴിയുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നെക്സ്റ്റ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ, ഇതിന്റെ ബാക്കി കണ്ടിന്യൂവേഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ.